our privilege to be standing in front of all of you guys today. It's a different role for me and Jayamol than our usual ones, so we're going to try our best to entertain you guys and to keep this program moving. It's an honor and pleasure to be here with all of you for the final wrap-up of our 2025 and for the beginning of 2026. ഇന്നത്തെ നമ്മുടെ പരിപാടിയിലേക്ക് നമ്മളെ ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുവാനായി മോൻസി ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിച്ചു. താങ്ക് യു സോറി എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ആദ്യമേ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. നമ്മുടെ ജമിലൊരു ഔപചാരികമായ ഒരു സ്വാഗതം ചെയ്യലിന് വലിയ പ്രാധാന്യമില്ല എന്ന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും നല്ല ധാരണയുണ്ട്. എന്നിരുന്നാലും കാരണം എല്ലാവരും സുഹൃത്തുക്കളും പരിചയക്കാരുമാണ്, എന്നിരുന്നാലും ഇതൊരു അസോസിയേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഔപചാരികത തീർത്തും അങ്ങനെ ഒഴിവാക്കാനും സാധിക്കുന്നതല്ല. ജം അഥവാ ഗ്രേറ്റർ ഈസ്റ്റേൺ മെൽബൺ മലയാളി അസോസിയേഷൻ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഈസ്റ്റേൺ സബർബുകളിൽ നിന്നുള്ള നമ്മുടെ മലയാളികളുടെ ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാമുകളിൽ ഒരിക്കലും ഈ സെലിബ്രിറ്റീസ് അല്ലെ പുറത്തുനിന്നുള്ള ഈവൻറ്റ്സ് പ്രോഗ്രാമുകളൊന്നും കാണാറില്ല. പകരം നമ്മുടെ കുടുംബങ്ങളിലെ മുതിർന്നവരുടെയും കുട്ടികളുടെയും കലാപരിപാടികളാണ് ഏറ്റവും കൂടുതലായി നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അത് തന്നെയാണ് ഉൾപ്പെടുത്താറുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വർഷത്തിൽ 2 പ്രോഗ്രാമാണ് നമ്മൾ ഏറ്റവും നന്നായി ആഘോഷിക്കുന്നത്. ഓണം പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നിച്ചാണ്. ഓണത്തിന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ കഴിഞ്ഞ ഓണം വളരെ ഗംഭീരമായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രോഗ്രാമുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഓണത്തിനാണ്. കഴിഞ്ഞ ഓണത്തിന് എൻ്റെ ഒരു ഓർമ്മ ശരിയാണ്, 20ഓളം ഡാൻസ് പ്രോഗ്രാം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നു. 3 മണിക്കൂർ. അതിനുശേഷം വേറെ പ്രോഗ്രാമും ഉണ്ടായിരുന്നു. 3 മണിക്കൂറിന് മേളിൽ ഉള്ള പ്രോഗ്രാമാണ് ഓണത്തിന് നമുക്കുള്ളത്. നേരെ മറിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ ഒന്നിച്ച് വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രോഗ്രാം ഉണ്ടാവാറില്ല. കുറച്ച് പ്രോഗ്രാമേ രജിസ്റ്റർ ചെയ്യപ്പെടാറുള്ളൂ. സ്വാഭാവികമാണ്, നവംബർ, ഡിസംബർ, ജനുവരി എല്ലാവരും യാത്ര പോകുന്ന സമയമാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടാവാറില്ല, ഒരുപാട് പ്രോഗ്രാം രജിസ്റ്റർ ചെയ്യപ്പെടാറില്ല. എന്നാലും ഇന്ന് ഏതാനും ചില പ്രോഗ്രാം ഇവിടെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും അതേ തുടർന്ന് ഡിന്നറുമാണ് ഇന്ന് നമ്മൾ ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. പ്രോഗ്രാമുകൾ, കലാപരിപാടികൾ ആസ്വദിക്കാൻ മാത്രമല്ല നമ്മളിപ്പോൾ എത്തിച്ചേരുന്നു പറഞ്ഞാൽ പരസ്പര സൗഹൃദം പങ്കുവയ്ക്കാനും ഒന്നിച്ച് കൂടാനും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം ഒട്ടും തന്നെ കുറയുന്നതുമില്ല. അതുകൊണ്ട് തന്നെ 2025 ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഈവനിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും ഹാർദവമായി ജബിന്റെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2025 ഇപ്പോൾ കടന്നു പോകുന്ന ഏതാനും ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. 2025 പെട്ടെന്ന് കടന്നുപോയി എന്ന് എല്ലാവരും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് എത്ര പെട്ടെന്ന് ഈ വർഷം കടന്നുപോയത്. അത് സോഷ്യൽ മീഡിയയും റീൽസും മൊബൈലും ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് മാറി നമുക്ക് തോന്നും. എന്നിരുന്നാലും 2025 എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും അച്ചീവ്മെന്റ്സിൻ്റെയും വർഷമായിരുന്നു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ 2026 വളരെ നേട്ടങ്ങളുടെയും അച്ചീവ്മെന്റ്സിൻ്റെയും സന്തോഷത്തിൻ്റെയും വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇവിടെ വന്നു ചേർന്ന 1-2 സുഹൃത്തുക്കളെ എനിക്കറിയാം. അപ്പോൾ അവരുടെ 2025 അത്ര സന്തോഷകരമായിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, അവരുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവർക്ക് വന്ന രോഗ അവസ്ഥയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന ചികിത്സയിലൂടെ കടന്നു പോകുന്നതാണ് അവർ. എനിക്കറിയാം. അവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ വർഷവും ഈ സമയവും കടന്നു പോകും. കൂടാതെ 2026 അസുഖം എല്ലാം മാറുകയും സന്തോഷം തിരിച്ചു വരികയും ചെയ്യും. അത് ഉറപ്പുണ്ട് എനിക്ക്. എനിവേ 2026 എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും വർഷമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരെയും ജമിൻ്റെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഈവിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.